ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസിസ് സമയത്ത് കഴിഞ്ഞ 3 ദിവസം മാർക്കറ്റ് ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്ലോബൽ ക്യൂസ് കാരണം മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു. പിന്നീട് അവിടെ ഒരു കൺസോൾട്ടേഷൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു നല്ല സപ്പോർട്ട് ഏരിയയിലാണ്. ഇതിന് മുമ്പ് ബൈയിങ് വന്നൊരു ഏരിയ കൂടെയാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം? ഈ ഒരു ലെവലിൽ നിന്ന് ഇനി ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ഏരിയ എന്തുണ്ട് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ ബാക്കിയുണ്ട് ഡൗൺ സൈഡിലേക്ക്. അപ്പം ഇത്തരത്തിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. നമ്മൾ മാർക്കറ്റിൽ വലിയ അക്കൗണ്ടുകളൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് എൻട്രി കിട്ടാത്തതുകൊണ്ട് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നീട് എന്ത് ചെയ്തില്ല, മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് നിന്നു. ഇനി ഈ ഒരു ലോ 23,870 എന്നുള്ള ലോ ഒരു ക്രൂഷ്യൽ ലെവലാണ്. ഇതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ബാക്കി ഉണ്ടായതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഈ ഒരു ലെവലുകൾ ബ്രേക്ക് ഔട്ട് തരാണെങ്കിൽ നമുക്ക് ചെയ്യാം, മേലക്കും ചെറിയ ട്രേഡുകളൊക്കെ പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 24,000 മുകളിൽ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 24,118 അല്ലെങ്കിൽ 24,164 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നിഫ്റ്റി ബാങ്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഏരിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ തന്നെ നിൽക്കുക, സ്ട്രോങ് സപ്പോർട്ട് ഏരിയ നിൽക്കുന്നത്. ഒരു ബുള്ളിഷ് മൊമെന്റം കാണിച്ചിട്ടാണ് മാറി നിൽക്കുന്നത്. കാരണം ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ചതൊക്കെ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ലെവലിൽ 51,773 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വലിയ രീതിയിലുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ലെവൽ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും പ്ലാൻ ചെയ്യാം. അതിന് മേലേക്ക് മാറിയിൽ പോവുകയാണെങ്കിൽ 52,450 അടുത്തൊക്കെ ടാർഗറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇനി ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ 54,000 എന്നുള്ള റൗണ്ട് ലെവലിന് താഴെ വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്താൽ മതി. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ മാത്രം, ഈ ഒരു ലെവലിന് ബ്രേക്ക് ഡൗൺ കിട്ടി റീടെസ്റ്റിന് ശേഷം മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. വലിയ ഗ്യാപ്പുകൾ സത്യത്തിൽ നമ്മുടെ മാർക്കറ്റിലല്ല എന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു റിക്കവറി കിട്ടുന്നതാണ്. നമ്മുടെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന സംഭവം അല്ല എന്നുണ്ടെങ്കിൽ, ഗ്ലോബൽ ക്യൂസ് കാരണമൊക്കെ ആണെങ്കിൽ ആ ഒരു റിക്കവറി ഇന്ന് കണ്ടിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ നെഗറ്റീവുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ കിട്ടുന്ന സമയത്ത് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. മിഡ് ക്യാപ്പും കൂടെ നോക്കാം. നമുക്ക് ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു, അവിടുന്ന് മാർക്കറ്റിൽ ഷാർപ്പായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇതിലെ പ്രീമിയം നോക്കാം. നമുക്ക് 23,850 പ്രീമിയം എന്ത് ചെയ്തില്ല, കാര്യമായിട്ട് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അത് വോളി ഉണ്ടായിരുന്നില്ല എന്നുകൂടെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റും. 12,850 പ്രീമിയത്തിൽ നമുക്ക് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് നിൽക്കുന്നതും ഇത് നോക്കിയാൽ മതി. ഫസ്റ്റ് ക്യാൻഡിലാണിത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 12 പ്രീമിയം ഈ ലെവലിന് ക്യാൻഡിൽ താഴെ വന്നപ്പം പ്രീമിയം വന്നിട്ടുണ്ടായില്ല. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വോളിയം നോക്കിയാൽ മതി. ഈ ലെവലിലൊക്കെ വോളിയം എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി 5 മിനിറ്റിൻ്റെ ക്യാൻഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ വോളിയത്തിൻ്റെ ഒരു ലെവൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതായത് മാർക്കറ്റിൽ വോളിയം ഇല്ല എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളൊക്കെ, ഈ കാണുന്ന ഏരിയ മുഴുവൻ. അപ്പോൾ നമുക്ക് ബൈ എടുക്കാനോ സെൽ എടുക്കാനോ ചെയ്തൊരു കാര്യമില്ല, വിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ മതി. മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് 170 താഴത്തേക്ക് വന്നതിന് ശേഷം ഒരു റിക്കവറി 208 വരെ പോയിട്ടുണ്ട്. പിന്നീട് പ്രീമിയം ക്ലോസ് ചെയ്ത് 180-ലാണ്. അതിൻ്റെ അടുത്ത 2-3 ക്യാൻഡിൽസ് നോക്കുക. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത്രയൊന്നും മാർക്കറ്റ് എന്ത് ചെയ്തില്ല, പ്രീമിയത്തിൽ റിജക്റ്റ് ചെയ്യാനുള്ള അത്രയും ഭാഗം മാറി താഴെ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കി മേലേക്ക് പോയി എന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് എന്തിനായില്ല, വോളിയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഒരു ഇയർ എൻഡ് ആകുമ്പോൾ സാധാരണ കാണുന്ന ഒരു സിനാരിയോ ആണ് വോളിയം കുറയുക എന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ മാർക്കറ്റിൽ ഈ ഒരു സിനാരി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, വലിയ റിസ്ക് എടുത്തുള്ള ട്രേഡുകൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നാളെ ട്രേഡ് ചെയ്യാൻ വേണ്ടി മിഡ് ക്യാപ്പിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അനാലിസിസ് എന്ന ലെവലിൽ പറഞ്ഞല്ല, വോളിയം ഇല്ല എന്നുള്ളതും ലിക്വിഡിറ്റി ഇല്ല എന്നുള്ളതും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ റേഞ്ചുകൾ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ കിട്ടുന്ന സമയത്തുള്ള ട്രേഡുകളായിരിക്കും. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.